ഹായ് ഗൈസ്. 2025 ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സീരീസ് ആണ് ദ പിറ്റ്. ഒരു അമേരിക്കൻ ഡ്രാമ സീരീസ് ആണ്. ഒരു ഹോസ്പിറ്റലിലെ എമർജൻസി സെക്ഷനിൽ നടക്കുന്ന കുറെ കാര്യങ്ങളാണ് അതിന്റെ ഒരു സ്റ്റോറി ആയിട്ട് വരുന്നത്. അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ്, അവരുടെ രക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഡോക്ടേഴ്സ് സ്റ്റാഫും ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ആ പേഷ്യൻസിനും സ്റ്റാഫ്സിനും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഇടയിൽ വരുന്ന ആ ഒരു കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ അവിടെയുള്ള ആ സ്റ്റാഫ്സ് ഡോക്ടേഴ്സ് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അതൊക്കെയാണ് ആ ഒരു സീരീസിൽ കാണിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ്. നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല. അതായത് ഓരോ എപ്പിസോഡും നമ്മളിങ്ങനെ ബിങ് വാച്ച് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ്. ആക്ടേഴ്സിന്റെ എല്ലാ ആക്ടിങ് അടിപൊളിയാണ്. നമുക്ക് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് കണക്ട് ആവും. എല്ലാവരുടെയും ഒരു സ്റ്റോറി അടിപൊളിയാണ്. അതിലൊന്ന് രണ്ട് ആക്ടേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡീപ് ബാക്ക് സ്റ്റോറി നമുക്ക് ഫീൽ ചെയ്യും. നല്ല കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ സീരീസിന് 2026 രണ്ട് ഗോൾഡൻ ഗ്ലോബ്സ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഫോർ ബെസ്റ്റ് മെയിൽ ലീഡിംഗ് ആക്ടർ, അത് നമ്മുടെ അതിലെ മെയിൻ ആയിട്ടുള്ള ആക്ടറായ നോവ വിൽഡേക്ക് കിട്ടിയതാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ടെലിവിഷൻ സീരീസ് ഇൻ ഡ്രാമ കാറ്റഗറി, അതും ആ അവാർഡും ഗോൾഡൻ ഗ്ലോബിനുള്ള അവാർഡ് ഈ സീരീസിന് കിട്ടിയിരുന്നു. നല്ലൊരു സീരീസ് ആണ്. ഞാനാണെങ്കിൽ ഡെക്സ്റ്റർ ഒക്കെ കണ്ട് ഡെക്സ്റ്ററിന്റെ ഒരു തേർഡ് സീസൺ ഒക്കെ കഴിഞ്ഞാൽ എങ്ങനെ ഈ ബാക്കി കാണുമെന്ന് ബോർ അടിച്ചിരുന്ന സമയത്താണ് ഇതിന്റെ പിറ്റിനെ കുറിച്ച് അറിയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബിങ് വാച്ച് ചെയ്ത് ഞാൻ ഒരു ഫസ്റ്റ് സീസൺ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് സീസൺ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് എപ്പിസോഡ് ഇപ്പം അവര് ലാസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു സീരീസ് ആണ്. എല്ലാവരും തന്നെ കാണാൻ ശ്രമിക്കാം. താങ്ക് യു.